ദോസ്തം, നമുക്ക് 30 മുതൽ 35 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ ഇന്ന് ഇന്ത്യൻ മണി അനുസരിച്ച് 1,50,000 രൂപ മുതൽ 1,25,000 രൂപ വരെ പോകും. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അടുത്ത ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്വർണം വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മാസം തോറും ഒരു നിശ്ചിത തുക ഇൻസ്റ്റാൾമെൻ്റായിട്ട് ജ്വല്ലറിക്ക് കൊടുത്തിട്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പം 25ാമത്തെ മാസത്തിൽ എത്ര രൂപ അടച്ചിട്ടുണ്ടോ അതിനോടൊപ്പം 1,000-2,000 രൂപ അധികം ജ്വല്ലറിക്കാരിട്ടിട്ട് അതിനുള്ള സ്വർണം കൊടുക്കും. അതും 2 വർഷത്തിന് ശേഷം അല്ലേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, 10 മുതൽ 20,000 രൂപ വരെ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് 20-25 പവൻ സ്വർണവും വേണം. അപ്പോൾ ഞങ്ങളുടെ മുന്നിലൊരു ഓപ്ഷനുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലെ ആകെ 4 എഗ്രിമെൻ്റ് ഉണ്ട്, അതായത് 4 കോൺട്രാക്റ്റ് ഉണ്ട്. അതിലെ ഒരു കോൺട്രാക്റ്റ് ഞാൻ പറയാം, ഫസ്റ്റിലെ കോമൺ കോൺട്രാക്റ്റ് ഞാൻ പറയാം. അതേമാതിരി തന്നെയാണ് ബാക്കിയുള്ള 3 കോൺട്രാക്റ്റും. ഒരു കോൺട്രാക്റ്റ് ഞാൻ പറയുമ്പോൾ തന്നെ അത് ബാക്കിയുള്ളതും ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആകും. അതുകൊണ്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് സ്വർണം വേണോ വേണ്ടായോ എന്ന്. ഇഫ് ഇറ്റ് ഈസ് യെസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ നമുക്ക് 2 ക്രൈറ്റീരിയ ഉണ്ട്. ആ 2 ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ, സ്വർണത്തിൻ്റെ വില 30-35 ഗ്രാം സ്വർണത്തിൻ്റെ പ്യുവർ തങ്കത്തിൻ്റെ ഇന്നത്തെ വില 1,86,000 രൂപയാണ്. കമ്പനി പറയുന്നത് 1,86,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങിച്ചോളൂ. ഫ്രീ ആയിട്ട് സ്വർണം വേണമെങ്കിലോ ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിലോ ഞങ്ങളുടെ അടുത്തേക്ക് പോവാം. അതിലെ 10% എമൗണ്ട് ബുക്കിംഗ് എമൗണ്ടായിട്ട് അഡ്വാൻസ് പേ ചെയ്യണം, അതായത് 18,600 രൂപ. ഈ എമൗണ്ട് നമ്മൾ പേ ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ID ആൻഡ് ഒരു പാസ്വേഡ് കിട്ടും. കൂടാതെ 7 പേര് ഉൾക്കൊള്ളാവുന്ന ഒരു ടേബിളും നമുക്ക് കിട്ടും. 18,600 രൂപ അടയ്ക്കുമ്പോൾ നമ്മൾ U എന്ന കോളത്തിൽ എൻട്രി ആകുന്നുണ്ട്. അതിനുശേഷം 6 കോളം കാലിയായിട്ട് കിടക്കും. 10% കൊടുത്തതിന് ശേഷം ബാക്കി 90% സ്വർണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ ക്രൈറ്റീരിയ, നമ്മൾ 2 പേര് ബുക്കിങ് കൊടുക്കണം. അതായത് 18,600 ഇങ്ങനെ പറയാം, A ആൻഡ് B. ഇപ്പോൾ U ആയിക്കഴിഞ്ഞു, A ആൻഡ് B ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 90% സ്വർണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ എലിജിബിൾ ആയിക്കഴിഞ്ഞു. പക്ഷേ കമ്പനി അപ്പോൾ തരില്ല. A ആൻഡ് B അവർ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു, അതായത് 18,600 അവർ പേ ചെയ്തു. രണ്ടാമത്തെ ക്രൈറ്റീരിയ 2 ആൾക്കാരെ ബുക്കിംഗ് കൊടുക്കണമെന്നുള്ളതാണ്. അവരോട് പറയണം ആ 2 പേരെ ബുക്കിംഗ് വന്നാൽ, അതായത് A1 ആൻഡ് A2, B ആണെങ്കിൽ B1 B2 2 പേരെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ 7 കോളം ഓട്ടോമാറ്റിക്കലി ഫില്ലാകുന്നുണ്ട്. ഫില്ലാകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ടേബിൾ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 9-11 ഗ്രാം സ്വർണം നമ്മുടെ വീട്ടിലേക്ക് 15 ദിവസത്തിനുള്ളിൽ ഹോം ഡെലിവറി ചെയ്യും. സപ്പോസ് നമുക്ക് സ്വർണം വിറ്റ് ക്യാഷാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ അറ്റ് ദി സെയിം ടൈം ബിറ്റ്വീൻ 35,000-40,000 ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ടേബിളിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ടേബിളിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല, വീണ്ടും നമ്മൾ ആൾക്കാരെ ചേർക്കേണ്ട കാര്യവുമില്ല. ഈ 6 പേര് സ്വർണം അതല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് 6 കോളം ഫില്ലാകുന്നുണ്ട്. അത് ഫില്ലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ടേബിളും ബ്രേക്കാകും. അപ്പോഴും നമുക്ക് 9-11 ഗ്രാംസ് ഗോൾഡ് വിത്തിൻ 15 ഡേയ്സ് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി കിട്ടും. സ്വർണം വിറ്റ് ക്യാഷാണ് വേണ്ടതെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദി സെയിം ടൈം ബിറ്റ്വീൻ 35,000-40,000 ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും.
അതിനുശേഷം മൂന്നാമത്തെ ടേബിളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയും അവിടെ വീണ്ടും നമുക്ക് ക്യാഷ് ഇടേണ്ട കാര്യമില്ല, ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഈ 6 പേര് നമ്മളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് വരികയും ആ സമയത്ത് നമ്മുടെ ടേബിൾ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും 9 to 11 ഗ്രാം സ്വർണം വിതിൻ 15 ഡേയ്സ് കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും. അതല്ലെങ്കിൽ ഗോൾഡ് സെയിൽ ചെയ്തിട്ട് 35,000 to 40,000 ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സെയിം ടൈം തന്നെ ക്രെഡിറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ 3 times 10 + 10 + 10 ഗ്രാം ഗോൾഡ്, അതായത് 30 ഗ്രാം ഗോൾഡ്. അതല്ലെങ്കിൽ 40 + 40 + 40 1,20,000 ക്യാഷ്. നമുക്ക് ഈ 30 ഗ്രാം ഗോൾഡ് എന്ന് പറയുന്നത് അപ്രോക്സിമറ്റ്ലി ആണ്. ഗോൾഡിൻ്റെ വില കൂടിയും കുറഞ്ഞു ഇരിക്കും, അതനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ക്യാഷും അതുപോലെ യൂറോയായിട്ടാണ്, അത് യൂറോപ്യൻ കൺട്രീസാണ്, യൂറോ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ യൂറോയുടെ സ്ട്രെങ്ത് ഡെയിലി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതനുസരിച്ച് അതിലും കുറച്ച് 1,000-2,000 രൂപയുടെ പ്ലസ് മൈനസ് ഉണ്ടാകും. ഇത് അപ്രോക്സിമേറ്റ് എമൗണ്ടാണ് രണ്ടും പറയുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം ടേബിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 18,600 നമ്മൾ ബുക്കിംഗ് എമൗണ്ട് കൊടുത്തു. അതിൻ്റെ മുന്നിലൊരു 3 ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഈ 18,000 ചെസ്സോ വേണമെങ്കിൽ ബുക്കിംഗ് എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം, അതായത് റീഫണ്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും ഉണ്ട് അതിനകത്ത്. സപ്പോസ് നമുക്ക് ഈ 18,600 നമുക്ക് വേണ്ടെങ്കിൽ, ക്യാഷായിട്ട് വേണ്ടെങ്കിൽ, സ്വർണം വേണമെങ്കിൽ 3 to 4 ഗ്രാം അന്നത്തെ വില അനുസരിച്ച് സ്വർണം നമുക്കെടുക്കാം. അതായത് 30 ഗ്രാം സ്വർണം ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം 4 ഗ്രാം സ്വർണം, 34 ഗ്രാം സ്വർണം, പ്യുവർ സ്വർണം കിട്ടിക്കഴിഞ്ഞു. അതും MMTC മാർക്കോട് കൂടിയത്, മെറ്റൽ ആൻഡ് മിനറൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാർക്കോട് കൂടിയ സ്വർണ്ണമായിരിക്കും 100% ഇത്. അതല്ലെങ്കിൽ നമുക്ക് 1,38,000 1,40,000 നമുക്ക് ക്യാഷ് എടുക്കാം. അപ്പം ഇതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് ലൈഫിൽ കംപ്ലീറ്റ് സ്വർണം അല്ലെങ്കിൽ ക്യാഷും ഫ്രീ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ 18,600 നമ്മൾ റീഫണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അത് രജിസ്ട്രേഷൻ അവിടെ കമ്പനിയിൽ തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫിൽ കംപ്ലീറ്റ് നമുക്ക് സ്വർണം എടുക്കാൻ, ഫ്രീ ആയിട്ട് സ്വർണം എടുക്കാനും ക്യാഷ് സമ്പാദിക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അൺലിമിറ്റഡ് ഡെപ്ത്, കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ, ക്രോഡ്സ് ഓഫ് റുപ്പീസിൻ്റെ ക്യാഷ് ഉണ്ടാക്കാനുള്ളൊരു മാർഗമുണ്ട്. ഉള്ളി 18,600 നമ്മൾ ബുക്കിംഗ് എമൗണ്ട് കൊടുത്തിട്ട് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആട്ടോ എക്സിറ്റ് ആകാം. അപ്പോൾ നമുക്ക് 18,600 വേണമെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇത് കൂടാതെ ഇനിയും നമുക്ക് പൈസ കൂടുതൽ ഉണ്ടാക്കണമെന്നൊരു വിചാരമുണ്ടെങ്കിൽ സെക്കൻഡ് കോൺട്രാക്റ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. അതിൽ നമ്മൾ ജോയിനും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രോക്സിമറ്റ്ലി ഇന്ത്യൻ മണി 67,000 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. കമ്പൽസറി അല്ല, ഇറ്റ് ഈസ് അപ് ടു യു. നമുക്ക് വേണമെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ കമ്പനി പറയുന്നില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. 67,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 സ്പോൺസർ, നേരത്തെ ഉണ്ടായിരുന്ന A and B, A1 A2 B1 B2, അവർ 67,000 രൂപ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരും. പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ പിടിക്കേണ്ട കാര്യം വരുന്നില്ല. അവിടെ 7 കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് 4 പവൻ സ്വർണം അപ്രോക്സിമറ്റ്ലി നമ്മുടെ വീട്ടിലേക്ക് 15 ഡേയ്സ് കൊണ്ട് വരും. അതല്ലെങ്കിൽ സ്വർണം വിറ്റിട്ടുള്ള ക്യാഷാണ് വേണ്ടെങ്കിൽ അപ്രോക്സിമറ്റ്ലി 1,50,000 രൂപ അറ്റ് ദി സെയിം ടൈം നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് ടേബിളിലേക്ക് പോവുകയും വീണ്ടും 4 പവൻ സ്വർണം, അതല്ലെങ്കിൽ 1,50,000 രൂപ. മൂന്നാമത് വീണ്ടും ടേബിളിലേക്ക് പോകുന്നുണ്ട്, അപ്പോഴും 4 പവൻ സ്വർണം, അതല്ലെങ്കിൽ 1,50,000 രൂപ. ഈ ഞാൻ പറഞ്ഞ സ്വർണത്തിൻ്റെ ആയാലും ക്യാഷിൻ്റെ ആയാലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് മാറ്റമുണ്ടാകും, യൂറോയുടെ സ്ട്രെങ്തിനും ചിലപ്പോൾ മാറ്റമുണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 40,000 രൂപ അതും എല്ലാ പ്രാവശ്യവും കണ്ടിന്യൂ ചെയ്ത് കിട്ടും. ഈ 1,50,000 രൂപ അതും കണ്ടിന്യൂസ് ആണ്, അല്ലാണ്ട് ഒരെണ്ണം സ്റ്റോപ്പ് ആകില്ല ആ സമയത്ത്. സപ്പോസ് ഇനിയും നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്നില്ല, നമ്മൾ മൂന്നാമത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. അതിൽ അപ്രോക്സിമേറ്റ് നമുക്ക് 2,50,000 രൂപ ഇടേണ്ടി വരും. നമ്മുടെ കൂടെയുള്ളവരും 2,50,000 രൂപ ഇട്ടിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ അത് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന 6,00,000 രൂപ കിട്ടും.
അതല്ലെങ്കിൽ നമുക്ക് 12 പവൻ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടും. അതിന് ശേഷം സെക്കൻഡ് ടേബിളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയും അവിടെ വീണ്ടും നമുക്ക് 12 പവൻ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ, മൂന്നാമത്തെ ടേബിളിലേക്ക് വീണ്ടും പോകും 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 പവൻ അവിടെയും കിട്ടും. അതും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സപ്പോസ് ഇനിയും നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ നാലാമതൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇടേണ്ടത് 7 ലക്ഷം രൂപയാണ്. നമ്മുടെ കൂടെയുള്ളവർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്തിട്ട് വരും. 7 പേര് കംപ്ലീറ്റ് ആകുമ്പോൾ ടേബിൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന 1/4 കിലോ സ്വർണം, അതല്ലെങ്കിൽ 21 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി. സെക്കൻഡ് ടേബിൾ എഗെയിൻ 1/4 കിലോ സ്വർണം അല്ലെങ്കിൽ 21 ലക്ഷം രൂപ. മൂന്നാമത്തെ ടേബിളും 250 ഗ്രാം സ്വർണം, അതല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 21 ലക്ഷം രൂപ. അതും അൺലിമിറ്റഡ് ഡെപ്ത്. അതായത് 40,000 കണ്ടിന്യൂഷനാണ്, 1,50,000, അതുകൂടാതെ 6 lakhs, അതുകൂടാതെ 21 lakhs. അതായത് 4 ടേബിളിലേതും ഇൻകം നമുക്ക് ഒരേ സമയത്ത് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടേബിളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അത് ബ്രേക്ക് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഒരു ടൈം ലിമിറ്റ് ഇല്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ യുവർ ഓൺ ബിസിനസ്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ആൾക്കാരെ ചേർക്കുകയോ അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. എത്ര പെട്ടെന്ന് നമ്മൾ ആൾക്കാരെ ചേർക്കുന്നോ അത്രയും നമുക്ക് ഫാസ്റ്റ് നമുക്ക് മൂവിങ് ആവും, നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടാനും തുടങ്ങുന്നുണ്ട്. പിന്നൊരു കാര്യം, ചില ആൾക്കാർ ഒരു ടേബിൾ ഒരു ദിവസം കൊണ്ട് ഒരു വട്ടം ബ്രേക്ക് ചെയ്യും, ചില ആൾക്കാർ 2 വട്ടം, ചില ആൾക്കാർ ഒരു ദിവസം തന്നെ 3 വട്ടം ടേബിൾ ബ്രേക്ക് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ 1 മന്ത് എടുക്കും, 2 മന്ത്സ് എടുക്കും, 6 മന്ത്സ് എടുക്കും. ഇറ്റ് ഈസ് അപ് ടു യു. അത് ഫാസ്റ്റ് മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരെ നമ്മൾ എ ആൻഡ് ബി ഇട്ടു. കൂടാതെ CDEF അങ്ങനെ അൺലിമിറ്റഡ് നമ്മുടെ ആൾക്കാരെ ഡയറക്റ്റ് റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ അത്രയും പെട്ടെന്ന് മൂവ് ആകും, അത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, അത്രയും പെട്ടെന്ന് കൂടുതൽ സ്വർണ്ണം ഉണ്ടാക്കാനും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. കൂടാതെ 2-ൽ കൂടുതൽ ആളിനെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ ഒരു റെഫറലിന് നമുക്ക് എക്സ്ട്രാ €20 അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 1,500 1,600 രൂപ നമുക്ക് കിട്ടും. രണ്ടാമത്തേലും അതുപോലെ, മൂന്നാമത്തേലും അതുപോലെ, 2-ൽ കൂടുതൽ എത്ര ചെയ്യുന്നോ അതിന് എക്സ്ട്രാ നമുക്ക് €20 എക്സ്ട്രാ കിട്ടിക്കൊണ്ടേയിരിക്കും വൺസ് ഇൻ ടൈം. അതുകൂടാതെ ഇപ്പം ഇത് വേറൊരു വലിയൊരു ഇൻകമുണ്ട്. അതായത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാനൊക്കത്തില്ല അതേമാതിരിയുള്ള ഇൻകമാണ്. ഇത്രയും ഞാൻ പറഞ്ഞ എല്ലാം ചില്ലറയാണ്, ഇത് വലിയ എമൗണ്ട് ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് 1 ലക്ഷം രൂപ കവർ ചെയ്തു. അത് കണ്ട് എ ആൻഡ് ബി നമ്മുടെ 2 വ്യക്തികൾ ഓരോ ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എ ആൻഡ് ബി തന്നെ വേണമെന്നില്ല, നമ്മുടെ താഴെ 2 ലൈനിലുള്ള ആരെങ്കിലും 2 വ്യക്തികൾ ഓരോ ലക്ഷം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ ലീഡർഷിപ്പ് ഇതിനു വേണ്ടിയിട്ട് ക്വാളിഫൈ ആകും. അതായത് നമ്മുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പൈസ ഉണ്ടാക്കി പുറത്തു പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാളിൻ്റെ പിന്നാലെ €20 അപ്രോക്സിമേറ്റ്ലി 1,600 1,700 രൂപ കിട്ടും. അങ്ങനെ 100 ആൾക്കാർ, 101 മുതൽ 300 വരെ ഏതെങ്കിലും ഒരു വ്യക്തി ടേബിൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയാലേ, അത് പൈസ ഉണ്ടാക്കി പുറത്ത് പോയാലേ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന 7,000 രൂപയാണ് പെർ പേഴ്സൺ. അങ്ങനെ നമുക്ക് 200 പേരുടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ടേബിൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ 18,000 രൂപ ഒരു വ്യക്തിയുടെ പുറത്ത് കിട്ടും നമുക്ക്. അതായത് അത് ലാക്സ് ഓഫ് റുപ്പീസ് അല്ല, ക്രോഡ്സ് ഓഫ് റുപ്പീസ് ആയിരിക്കും. അത് ഒരു 5th ലെവൽ to 6th ലെവൽ വരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം 1 crore, നമ്മുടെ ഉള്ളി ലീഡർഷിപ്പ് ബോണസ് നമ്മുടെ 1 lakh നമ്മുടെ ക്രോസ് ചെയ്യും. റഫറൽ ബോണസ് വേറെ, അത് ടേബിൾ ഇൻകം വേറെ. ഇത് മൂന്നാമത്തെ ഇൻകമാണ്. ഇത് കൂടാതെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് പലതുമുണ്ട്, എല്ലാം ഫ്രീ ആണ്. അത് ടൈം ടു ടൈം അതും ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ട്. ഇപ്പോൾ കമ്പനിയുടെ പേരാണ് Oro.1. ഓറോ എന്ന് പറയുന്ന സ്പാനിഷ് വേർഡാണ്. ഓറോയുടെ മതലബാണ് ഗോൾഡ്. അതായത് ഗോൾഡാണ് ഇന്ത്യയിലെ നമ്പർ 1. കമ്പനിയുടെ ഹെഡ് ഓഫീസ് UK ബേസ്ഡ് കമ്പനിയാണ്. വെസ്റ്റ് മിഡ്ലാൻഡിലാണ് കമ്പനിയുടെ ഓഫീസ്.
കമ്പനി 2019 മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കമ്പനി. 1 ഇയർ കൊണ്ട് 42 കൺട്രീസിൽ ആയി കഴിഞ്ഞു കമ്പനി. നെക്സ്റ്റ് പ്ലാനിങ് നെക്സ്റ്റ് 6 months കൊണ്ട് മോർ ദാൻ 100 കൺട്രീസിൽ സ്പ്രെഡ് ചെയ്യാനാണ് ഉദ്ദേശം. കമ്പനിയുടെ CEO ആണ് മാക്സ് ലോറൻസ്. കമ്പനിയുടെ പ്രൊജക്റ്റ് മാനേജറാണ് ലില്ലി വിൽസൺ. കമ്പനി ഇന്ത്യയിൽ ജനുവരി മാസത്തിൽ പ്രീ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി മാർച്ച് എൻഡോടുകൂടി ചെയ്യാനായിട്ടിരുന്നതായിരുന്നു. ആ സമയത്താണ് ഡ്യൂ ടു കൊറോണ വൈറസിൻ്റെ പ്രശ്നം കൊണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടിയിരുന്നു. ഇത് എന്ന് സോൾവ് ആകുന്നുണ്ടോ ആ സമയത്ത് ഒഫീഷ്യലി ഇന്ത്യയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രീ ലോഞ്ചിലാണ്. 2 മാസം കൊണ്ട് തന്നെ കമ്പനിയിൽ 1000-ഓളം ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പൈസ ഉണ്ടാക്കാനും സ്വർണം ഫ്രീ ആയിട്ട് കിട്ടാനും ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ബൈനറി സിസ്റ്റം അല്ല, ജനറേഷൻ പ്ലാൻ അല്ല, ചെയിൻ സിസ്റ്റം അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയല്ല. ഇത് ആബ്സല്യൂട്ട്ലി അഫിലിയേറ്റഡ് ബിസിനസ്, ജസ്റ്റ് ലൈക്ക് ആമസോൺ അതേമാതിരി. ഇതിൽ only one product 24 karat gold 999.9 with MMTC certificate. Okay, bye.